അഘോരി ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു രണ്ടുപേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. ആത്മസ്വരൂപരായ എല്ലാ സാധകർക്കും ലളിതാ സഹസ്രനാമ യജ്ഞത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദിപരാശക്തിയുടെ നാമത്തിൽ. ആദിപരാശക്തി പറഞ്ഞു തരുന്ന അറിവുകൾ മാത്രമേ നമുക്കുള്ളൂ, നമ്മുടേതായിട്ട് വേറൊന്നുമില്ല. പഞ്ചകോശ വ്യാഖ്യാനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ പറഞ്ഞു, ലളിതാസഹസ്രനാമത്തിന് ഓരോ വ്യാഖ്യാനത്തിനും ഓരോ പേരുകൾ കൊടുക്കാറുണ്ട്. അതാത് ആളുകൾ വ്യാഖ്യാനം ചെയ്യുന്നത്. ഹൃദയരഞ്ജിനി വ്യാഖ്യാനം, അങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മുടെ വ്യാഖ്യാനം പഞ്ചകോശ വ്യാഖ്യാനം. എങ്ങനെ ലളിതാ സഹസ്രനാമം, ആദിപരാശക്തി, ശ്രീവിദ്യാ പദ്ധതി, ഉപാസനാ പദ്ധതി എങ്ങനെ നമ്മുടെ പഞ്ചകോശങ്ങളിൽ റിഫ്ലക്ട് ചെയ്യുന്നു. പഞ്ചകോശങ്ങളിലൂടെ നമുക്ക് പഠിക്കുമ്പോൾ വളരെ ആഴത്തിൽ ഇത് പഠിക്കാൻ സാധിക്കും. സാധാരണ പരിപ്ലവമായ അർത്ഥതലത്തിലൂടെ പോകുന്ന രീതി അല്ലാത്തത് കൊണ്ട് വളരെ ആഴത്തില് നമുക്ക് ഈശ്വരനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു അവസരം ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ആണ് നമ്മൾ ഈ ആശയം എല്ലാ സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കണം. കാരണം സയന്റിഫിക് ആയിട്ട് നമുക്കിവിടെ സംസാരിക്കാൻ പറ്റും. അങ്ങനെ തന്നെ അടുത്ത തലമുറയ്ക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ ഇത് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. മറ്റേ പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, നമ്മുടെ അടുത്ത ജനറേഷന് ഇതൊക്കെ പറയുമ്പോൾ പുച്ഛമാണ്, നമുക്ക് അറിവില്ല എന്നവർ പറയും, അല്ലേ? ഗൂഗിളിനകത്ത് നോക്കിയിട്ട് പറയും അങ്ങനെ എങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഈ വ്യാഖ്യാനം ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഒന്നും മിണ്ടാൻ പറ്റൂല. സയന്റിഫിക് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ആളുകൾ, കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന ഒരു വ്യാഖ്യാനമാണ് നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത്. അപ്പൊ അതിന്റെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാവരുടെയും സഹകരണം കൊണ്ട് എല്ലാവരും കൂടുതൽ ആളുകൾ പങ്കെടുത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ആളുകളിലേക്കും ഈ യജ്ഞം എത്തിക്കുക. സൗജന്യമായി തന്നെ എല്ലാവരിലേക്കും ഈ യജ്ഞം എത്തിക്കുക. മാക്സിമം ആളുകളിലേക്ക് എല്ലാവരും ഇതിൽ വരികയും പങ്കെടുക്കുകയും വേണം എന്നുള്ളത് കൊണ്ട് ആ പ്രാധാന്യത്തോടു കൂടി കണ്ടുകൊണ്ട് തന്നെ എത്തിക്കുക. അപ്പൊ രണ്ടാമത്തെ നാമത്തിന്റെ വ്യാഖ്യാനമാണ് ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത എന്നുള്ള നാമത്തെ രണ്ടാമത്തെ ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ. ചിദഗ്നികുണ്ഡം, ചിത്ത് എന്നുള്ളതിന് ഒരുപാട് അർത്ഥങ്ങൾ സംസ്കൃതത്തിൽ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും മനസ്സിലാക്കാൻ കഴിയുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ് നമ്മളിവിടെ അർത്ഥമായിട്ട് എടുക്കുന്നത്. സത്ത്, ചിത്ത, ആനന്ദം ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്. ചിത്തിന് ബോധം എന്നുള്ള അർത്ഥമാണ് പ്രധാനമായിട്ടുള്ളത്. ജ്ഞാനം എന്നുള്ള അർത്ഥമാണ് പ്രധാനമായിട്ടുള്ളത്. ജ്ഞാനം, ഇപ്പൊ ജ്ഞാനം ഉണ്ടാകുന്നത് ബോധത്തിൽ നിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് ബോധം എന്നും ചിത്തിനെ പറയാറുണ്ട്. ആ ബോധസ്വരൂപത്തിനെ ചിത്തെന്ന് പറയുന്നു. ബോധത്തിന്റെ ഉത്ഭവ കേന്ദ്രത്തിനെ, അല്ലെങ്കിൽ ബോധത്തിനെ ചിത്തെന്ന് പറയുന്നു. അവിടെ നിന്നാണ് ശക്തി ഉത്ഭവ കേന്ദ്രം, അവിടെയാണ് സത്ത്, ഈ പ്രപഞ്ചം. സത്ത്, ചിത്ത്, ആനന്ദം. ആനന്ദം സമാധി അവസ്ഥ. അപ്പൊ ചിത്ത് എന്ന് പറയുന്നത്, ചിത്തം എന്ന് മനസ്സിനെയും പറയാറുണ്ട്. ചിദഗ്നി എന്ന് പറയുമ്പോൾ പഞ്ചകോശ വ്യാഖ്യാനത്തിന്റെ പ്രസക്തി എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മളെ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈശ്വരനെ മനസ്സിലായി വരും. നമ്മളുടെ ഭാവം, ധ്യാനം വളരുമ്പോൾ, ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓരോരോ ഘട്ടത്തിലും ഞാൻ എന്നുള്ളതിന്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും ഈശ്വരൻ എന്നുള്ളതിന്റെ അർത്ഥവും മാറിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഇതിന്റെ ഫ്രീക്വൻസി മാറുന്നതനുസരിച്ചിട്ട്. ഞാൻ എന്നുള്ളത് പഞ്ചകോശങ്ങളിൽ ഡിഫറെന്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിത് അറിയാതെ എന്നും ഉപയോഗിക്കുന്നുണ്ട്. എന്റെ കൈ മുറിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഏത് കോശമാണ്? പഞ്ചകോശങ്ങളിൽ ഏത് കോശമാണ്? അന്നമയ കോശമാണ്, ഫിസിക്കൽ ബോഡിയാണ്, അല്ലേ?
പക്ഷെ അവള് പറയുന്നത് കേട്ട് എന്റെ ഹൃദയം നുറങ്ങിപ്പോയി, മുറിഞ്ഞുപോയി പലതായിട്ട്. അവിടെ മുറിഞ്ഞു എന്ന് പറയുമ്പോ എന്തോ അർത്ഥം? ഏത് കോശം അവിടെ? നിങ്ങൾ പറയണം. മനോമയ കോശമാണ്. മനോമയ കോശമാണ്. അന്നമയം, മനോമയം. അവള് പറഞ്ഞു കേട്ടെ എന്റെ ഊർജം മുഴുവൻ ചോർന്നുപോയി എന്ന് പറഞ്ഞാൽ ഏത് കോശമാണ്? എന്റെ ഊർജം, എനർജി മുഴുവൻ ചോർന്നുപോയി. പ്രാണമയ കോശം. പ്രാണമയ കോശം. ക്ലിയർ. എന്റെ സ്ഥലകാല ബോധം പോയി അവള് പറയുന്ന കേട്ടിട്ട്. ഏത് കോശമാണ്? വിജ്ഞാനമയ കോശം. എന്റെ അറിവ് പോയി. എനിക്ക് തല ഇറങ്ങുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയിലായി പോയി. സ്ഥലകാല ബോധം പോയി. വിജ്ഞാനമയം. എനിക്ക് ഡിപ്രഷനായി. എന്റെ ആനന്ദം മുഴുവൻ പോയി. ഡോപ്പവും തലയിൽ ഒട്ടും ഉണ്ടാവുന്നില്ല. ഹൈ ഡിപ്രഷനിലേക്ക് പോയി. ഞാൻ അവിടെ വീണു. പിന്നെ ഹൈ ഡിപ്രഷനിലാണ് എന്ന് പറഞ്ഞാൽ ഏത് കോശമാണ് അവിടെ? ആനന്ദമയ കോശം. ആനന്ദമയ കോശം പോയി. ആനന്ദം പോയി. ഈ പഞ്ചകോശങ്ങളിലൂടെ നമ്മൾ ജീവിക്കുന്നെങ്കിലും നമ്മൾ ഇതൊന്നും അറിയുന്നില്ലെന്നുള്ളൂ. നമ്മുടെ ധ്യാനാത്മകമായി ഈശ്വരോപാസന ശ്രീവിദ്യാ പദ്ധതി കൂടെ നമ്മുടെ സിസ്റ്റം, അതായത് എപ്പോഴും എടുത്തു പറയാം, നമ്മുടെ സിസ്റ്റത്തിലൂടെ നിസ്രാചാര പദ്ധതി ശ്രീവിദ്യയിൽ നമ്മുടെ പരമ്പരയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാധകന്റെ അന്നമയം മുതൽ ആനന്ദമയം സമാധി വരെയുള്ള ഒരാളുടെ വളർച്ചയ്ക്കാണ്. അന്നമയത്തിൽ നിൽക്കുമ്പോൾ ഞാനെന്നും ഈശ്വരനും രണ്ടാണ്, ഒരു വിഗ്രഹമാണ് ഈശ്വരൻ. മനോമയത്തിലെത്തുമ്പോൾ അവിടെ ഈശ്വരന് കണ്ണടച്ചാൽ ഈശ്വരനെ കാണാം. മനസ്സിന്റെ സങ്കല്പത്തിലാണ് ഈശ്വരൻ. ഞാനും സങ്കല്പത്തിലേക്ക് പറഞ്ഞ എന്റെ മനസ്സ് എന്നാണ് ഞാൻ പറയുക. അപ്പൊ ഞാൻ മനസ്സാണ്. എന്നെ നിങ്ങളൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ, എന്നെ നിങ്ങൾ അടിക്കരുത് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ബോഡിയാണ് ഞാൻ. എന്നെ നിങ്ങൾ ഇങ്ങനെ വിഷമിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ എന്താണ്? മാനസികമായ ആത്മാവ് അല്ലെങ്കിൽ മനസ്സാണ്. അപ്പൊ ആ മനോമയത്തിൽ എത്തുമ്പോൾ ഞാൻ മനസ്സാണെങ്കിൽ ഈശ്വരനും എന്താകാതെ തരവില്ല. മാനസികമായിട്ടുള്ള അവസ്ഥയിലുള്ള ഈശ്വരന്റെ രൂപം അല്ലെങ്കിൽ അതാണ് മനസ്സ്. അപ്പൊ ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ അന്നമയത്തിലിരിക്കുന്ന ഒരു വിഗ്രഹത്തിൽ നിന്നും മനോമയത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മളുടെ നേരത്തെ അത്രയും കടുപിടുത്തമൊന്നും വരൂല. കുറച്ചൊക്കെ മനസ്സിനെ പ്രധാനമായി കണ്ടുകൊണ്ടാണ് അയാൾ പൂജ കഴിക്കുന്നത് അല്ലെങ്കിൽ ഉപാസിക്കുന്നത്. മനോമയം. പ്രാണമയത്തിലേക്ക് എത്തുമ്പോഴോ അവിടെ ഈശ്വരനും ഞാനും രണ്ടല്ല. എനിക്ക് ഭയങ്കര തളർച്ച ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ പ്രാണൻ പോകുന്നു. അപ്പൊ ഞാൻ അവിടെ പ്രാണവരന്റെ വൈബ്രേഷനാണ് ആത്മാവ് എന്ന് പറയും. അവിടെ ഈശ്വരനും പ്രാണസ്വരൂപിയാണ്. അപ്പം അന്നമയം, മനോമയം, പ്രാണമയം, വിജ്ഞാനമയം അത് അറിവാണ്. അവിടുന്ന് ആനന്ദമാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞ ആനന്ദമാണ്. ഇത് ഇത്രയും ഘട്ടം അത് അനുഭവിക്കാനുള്ള, അതാ ഡീറ്റെയിൽ ആയിട്ട്. അപ്പം അന്നമയം മുതൽ ആനന്ദമയം വരെ എത്തുമ്പോൾ സമാധിയിലെത്തുന്നു. ഈ സാധകൻ ഇങ്ങനെ കയറി വരും. അപ്പൊ ജീവിതം ഭയങ്കര എളുപ്പമാവും. കർമ്മഫലങ്ങളിൽ നിന്ന് ഫ്രീ ആവും. അപ്പൊ ഫിസിക്കൽ ലോകത്തിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മെന്റൽ വേൾഡിനാണ്. അവിടുന്ന് എനർജി വേൾഡിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവസ്ഥ. ഒരാളെ കണ്ട അയാളുടെ എനർജി അളക്കാം. ബാധയുള്ളവരെ കണ്ടാൽ പട്ടിക്കൊക്കെ അറിയാന്ന് പറഞ്ഞു, ഒരു കുരയ്ക്കുമെന്ന് പറഞ്ഞു. നെഗറ്റീവ് ആളുകളെ കണ്ടാൽ തന്നെ നമുക്കറിയാം പ്രാണമയ കോശത്തിലേക്ക് എത്തുന്ന സാധകൻ അവന് കർമ്മഫലങ്ങൾ കുറയും. അപ്പം വിജ്ഞാനമയത്തിലേക്ക് മാറ്റുമ്പോഴത്തേക്കും ഈ പ്രാണനെ അറിയുന്ന തലത്തിലെത്തും. നെഗറ്റീവ് ആ പ്രാണനാണ്, പോസിറ്റീവ് പ്രാണൻ. ഒരു ബാധ കയറുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നെഗറ്റീവ് എന്തോ എനർജി എന്നെ പിടിച്ചേക്കുന്നു എന്നുള്ളത്. അവിടെ മനസ്സിന്റെ തലമല്ല, അവിടെ വെച്ചിരുന്ന ക്യാൻസർ ആവേണ്ട കാര്യമില്ല, നേരത്തെ അറിയാം. വിജ്ഞാനമയം, ആനന്ദമയം അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് പൂർണ്ണ സമാധിയിലേക്ക് ഒരാളെത്തുന്നു. അപ്പൊ അന്നമയം മുതൽ ആനന്ദം വരെയുള്ള ഒരാളുടെ ആനന്ദമയം വരെയുള്ള യാത്രയാണ് ശ്രീവിദ്യ ഉപാസന എന്ന് ഞാൻ പറയുന്നത്. അപ്പം ഈ പഞ്ചകോശ വ്യാഖ്യാനത്തിൽ നമ്മൾ പറയുമ്പോൾ അന്നമയത്തില് ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സംഹിത, അഗ്നികുണ്ഡത്തിൽ നിന്ന് ചിദഗ്നിയിൽ നിന്ന് എന്തുണ്ടായി? ദേവി സംഭൂത ജനിച്ചു, പൂജാതമായി. എന്തിനു വേണ്ടി? ദേവന്മാരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അന്നമയത്തിൽ എന്താണ്? നമ്മളൊരു യജ്ഞപൂർവ്വം നമ്മൾ ഉപാസന ചെയ്യുമ്പോൾ, അല്ലെ നമ്മൾ അഗ്നിയിൽ ഹോമകുണ്ഡത്തിൽ ദേവിയെ ആവാഹിച്ച് പൂജ കഴിക്കുമ്പോൾ ദേവി ആവിർഭവിച്ച് വികസിച്ച് നമ്മളുടെ രോഗദുരിതങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ മാറ്റുന്നു എന്നുള്ള രീതിയിൽ ദേവി ഉപാസനയിലൂടെ ദേവി വന്ന് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റുന്നു എന്ന് സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം എടുക്കാം. ഒന്നത്. രണ്ട്, മനോമയത്തിലെ ബ്രഹ്മാണ്ഡ പുരാണത്തിലെ കഥയാണ് ഇവിടെ ദൈവാദ്യം. ഇവിടെ നമ്മോട്ട് യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണത്തില് എന്താണ്? ബ്രഹ്മാണ്ഡ പുരാണം എന്താണ്? പണ്ടാസുരൻ ഉണ്ടായ കഥയൊക്കെ വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു പക്ഷേ ഈ
എന്താ കാമദേവന്റെ ചാരത്തിൽ മൂന്നാം തൃക്കണ്ണ് വന്ന കാമദേവനെ ശിവൻ ഭസ്മമാക്കി എന്നുള്ള കഥ കേട്ടിട്ടില്ലേ? ആ കാമദേവന് മരിച്ചുപോയ ചാരത്തിൽ നിന്ന് ഒരു വിഗ്രഹം ഉണ്ടാക്കി ഗണപതി അതിനോടൊപ്പം കളിച്ചു, ഒരു ബാലന്റെ രൂപം. ശിവന് കൗതുകം തോന്നി അതിന് ജീവൻ കൊടുത്തു. അപ്പോ ആ ജീവൻ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അവിടെ കൈലാസത്തിൽ വളർന്നു. ഗണപതിയോടൊപ്പം കളിച്ച് എല്ലാ തന്ത്രങ്ങളൊക്കെ പഠിച്ചു. ശിവനെ പ്രീതിപ്പെടുത്തി തപസ് ചെയ്ത് ശിവൻ അനുഗ്രഹിച്ചു. എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ എന്നെ ആരും കൊല്ലരുത്. അപ്പൊ പറഞ്ഞു അത് പറ്റത്തില്ല, എന്നാ ക്ലോസ് ഉണ്ട്, എന്താ സ്ത്രീകൾക്ക് കൊന്നോട്ടെ, കുഴപ്പമില്ല, പുരുഷന്മാർ കൊല്ലരുത്. പുരുഷന്മാർ കൊല്ലത്തില്ലെന്ന് പുള്ളിക്കറിയാം. മാത്രമല്ല മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ ഒറ്റ സമയത്ത് വരുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് മാത്രമേ എന്നെ കൊല്ലാം. അത് നടക്കുന്ന കാര്യമില്ല, പല യുഗങ്ങളിലായിട്ട് വന്നിട്ടുള്ളൂ. തഥാസ്തു എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ബ്രഹ്മാവ് ഇത് കണ്ടിട്ട് ഫണ്ടെന്ന് പറഞ്ഞു, ഇത് ഭ്രാന്താണ്, ഇത് മണ്ടത്തരമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഭണ്ഡാസുരൻ എന്ന പേര് വന്നത്. അദ്ദേഹം എല്ലാ മുനിമാരെയും അസുരന്മാർക്ക് വരെ കിട്ടി എന്ത് ചെയ്യും, അവര് ഉപദ്രവിക്കാൻ തുടങ്ങും ആൾക്കാരെ. അങ്ങനെ ആ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോ തീരെ സഹിക്കാൻ വയ്യാതായപ്പോ സ്വർഗത്തിൽ നിന്ന് ഇന്ദ്രനെയൊക്കെ അടിച്ച് പുറത്താക്കി. അപ്പൊ അവര് വിഷ്ണുവിന്റെ ഇടത്തിലൊക്കെ ചെന്നപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ശിവനൊന്നും. കാരണം പുരുഷസൂക്തവും ജപിച്ചുകൊണ്ട് അയാൾ ഈ വൃത്തികേട് കാണിക്കുന്നത്. അപ്പൊ ഭക്തദാസന്മാരാണ് ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അയാൾ ഇതെല്ലാം കാണിക്കുന്നത്. ശിവന്റെ ശ്രീരുദ്രവും ചമവും ഒക്കെ ജപിച്ചുകൊണ്ടാണ്. അപ്പൊ ശിവനും ഒന്നും പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പോഴാണ് പറഞ്ഞത് എല്ലാവരുടെയും കൂടെ ശക്തി എടുത്തിട്ട് നമുക്ക് എല്ലാവരുടെയും കൂടെ പവർ എടുത്തിട്ട് ആദിപരാശക്തി സൃഷ്ടിക്കാം. അപ്പൊ അങ്ങനെയാണ് ഹോമം, മഹാമാംസ ഹോമം എന്ന് പറയും, വലിയ ഹോമം ഇന്ദ്രൻ ചെയ്യുകയുണ്ടായി. അവിടെ ശിവനും വിഷ്ണുവിന്റെ എല്ലാം ബ്രഹ്മാവിന്റെ ഒക്കെ ശക്തി കൊടുത്തു. കാരണം സാധാരണ രീതിയിൽ നിന്ന് ഹോമിച്ചിട്ട് ദേവി പ്രത്യക്ഷയാവാതെ വന്നപ്പോൾ മാംസം അറുത്ത് ഹോമിക്കുകയുണ്ടായി. അങ്ങനെയാണ് ദേവി ആ ചിരഗ്നി കുണ്ട അഗ്നിയിൽ നിന്നും, ആ ജ്ഞാനാഗ്നിയിൽ നിന്നും ദേവന്മാരുടെ അഹംബോധം, ഞാൻ എന്നുള്ള ശരീരത്തിന്റെ ബോധം അറുത്ത് ഹോമിച്ചപ്പോൾ, അതാണ് ഞാൻ എന്നുള്ള ഈ ശരീരബോധം പോയെങ്കിലേ ഭയം മാറത്തുള്ളൂ. ഭയം മാറിയെങ്കിലേ ദേവിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക്. അതുകൊണ്ടാണ് ഈ ബാധയൊക്കെ പിടിച്ച ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഞാൻ എന്നുള്ള ശരീരബോധം ഭയങ്കരമാണ്. അതിൽ പിടിച്ചിട്ടാണ് ഈ ബാധകൾ കയറി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭയം പോകണം. അപ്പൊ ആ പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽ വരുമ്പോഴേ അവർക്ക് ആ പാനിക് അറ്റാക്കിൽ നിന്ന് ഫ്രീ ആവാൻ പറ്റത്തുള്ളൂ. അതിന് ദേവിയുടെ ശരണം പ്രാപിക്കണം. അപ്പൊ ഞാൻ എന്നുള്ള ബോധം പോയെങ്കിലേ ഭയം പോകത്തു. ദേവിയിൽ പൂർണ്ണ സമർപ്പണം ഉണ്ടാകുമ്പോൾ നമ്മുടെ ആ ദേവിയുടെ ആർക്കിടെക്ട് ആക്റ്റീവായി വന്ന ബ്രെയിൻ കെമിക്കൽസ് പോസിറ്റീവ് ആകും. അതാണ് അവിടെ പറയുന്നത് വേറൊരു രീതിയിൽ. അപ്പൊ ചിരഗ്നി കൊണ്ട് സംഭൂത ദേവകാര്യ സമുദ്ര, എന്താണ് ദേവി ആ അഗ്നിയിൽ നിന്ന് ദേവി പ്രത്യക്ഷപ്പെട്ടു. ഉദിച്ചുയർന്ന സൂര്യന്റെ കിരണത്തോടു കൂടി ദേവി പ്രത്യക്ഷപ്പെട്ടു, 1000 കൈകളും ഒക്കെ ആയിട്ട്. അപ്പൊ തന്നെ ദേവിയുടെ ശരീരത്തിന് ആയിരക്കണക്കിന് ശക്തി സൈന്യം ഉണ്ടായി. അപ്പോൾ ആയിരക്കണക്കിന് ശക്തി സൈന്യം ഉണ്ടായി അവർ യുദ്ധത്തിന് പോകുന്നതായിട്ടാണ് പിന്നെ പറയുന്നത്. അപ്പൊ ചിരഗ്നി കൊണ്ട് സംഭൂത ദേവകാര്യ സമുദ്ര, ദേവന്മാരുടെ കാര്യം സാധിക്കാൻ വേണ്ടി എന്താണ്, സ്വർഗം തിരിച്ചു പിടിക്കണം, അസുരന്മാരെ നിഗ്രഹിക്കണം, ഇതൊക്കെയാണ് ദേവന്മാരുടെ ഉദ്ദേശം. ദേവകാര്യം, അതിനുവേണ്ടി ദേവി പ്രത്യക്ഷയായി. അപ്പൊ ഇത് നമ്മുടെ മനസ്സിനെ ആർക്കിടൈപ്പ് കൊടുത്ത് ആക്റ്റീവാക്കി പവർഫുൾ ആക്കാൻ വേണ്ടിയാണ്. മനോമയ കോശത്തില് ആ അർത്ഥത്തിൽ അതെടുക്കാമെന്ന് പറയുന്നു. അന്നമയം, മനോമയം, പ്രാണമയം. പ്രാണമയത്തിൽ എന്താണ് ദേവി? ചിതഗ്നി. എന്താണ്? ജ്ഞാനത്തിൽ നിന്ന്, ശിവബോധത്തിൽ നിന്നുണ്ടാകുന്ന ശക്തി പ്രാണസ്വരൂപിയാണ്. ഈ പ്രാണൻ അഗ്നിയാണ്. ശരിക്കും അഗ്നിയാണ് പ്രാണൻ. പ്രാണനാണ് അഗ്നി. അഗ്നി സ്വരൂപത്തിലാണ് പ്രാണൻ പ്രവർത്തിക്കുന്നത്. അഗ്നി എന്ന് പറഞ്ഞാൽ ചൂടാണ്. കത്തുന്ന അഗ്നി പഞ്ചീകരണം സംഭവിച്ച ശേഷമുള്ളത്. അതിന്റെ ബേസ് അഗ്നി ഫോം എന്ന് പറയുന്നത് ചൂടാണ്. അപ്പൊ പ്രാണൻ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന, കുണ്ടലിനി ശക്തി ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ ചിരഗ്നി കൊണ്ട് സംഭൂത ദേവകാര്യ സംയുത, ദേവന്മാരെന്ന് പറഞ്ഞാലാണ് സ്വന്തം ആത്മാവിൽ രമിക്കുന്നവനെ സുരനെന്നും, സ്വന്തം ആത്മാവിൽ ലഭിക്കാതെ പുറത്തുള്ള കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്ന ആളിനെ അസുരൻ എന്നും. സനത് സുജാതിയും ശങ്കരഭാഷ്യം നോക്കിയാൽ മനസ്സിലാകും. സനത് സുജാതിയെ ഋഷിയെ കൊണ്ടുവന്നു ധൃതരാഷ്ട്രരോട് ലാസ്റ്റില് പോത്തിനോട് വേദമൊരു കാര്യമില്ല, എങ്കിൽ പോലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി വിതുരര് സനത് സുജാതിയെ ഋഷിയെ കൊണ്ടുവന്നിട്ട് ധൃതരാഷ്ട്രരെ ഉപദേശിക്കുന്നുണ്ട്. അയാൾക്ക് കുറച്ചെങ്കിലും ഒരു ബുദ്ധി വരട്ടെ, ഈ യുദ്ധം ഒഴിവാക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ ആ സനസുജാതിയിൽ ശങ്കരഭാഷ്യം, നമ്മുടെ ആചാര്യന്റെ ഭാഷ്യം ശ്രേയസിൽ കിടപ്പുണ്ട്, ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ നല്ല അറിവുണ്ടാവും. അപ്പൊ അതിൽ ചോദിക്കുന്നുണ്ട് സനസുജാതി ഋഷി ആരാണ് അസുരൻ, ആരാണ് സുരൻ? അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്. അത് ധൃതരാഷ്ട്രർ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതാണ്.
സ്വന്തം ആത്മാവിൽ രമിക്കുന്നവനെ സുരൻ എന്നും ബാഹ്യമായ കാര്യങ്ങളിൽ രമിക്കുന്നവനെ അസുരൻ എന്നും പറയുന്നു. സ്വന്തം ആത്മാവിൽ രമിക്കുന്നവൻ എപ്പോഴും സത്യവും നീതിയും ധർമ്മവും അനുസരിച്ച് പ്രവർത്തിക്കുകയുള്ളൂ. പുറത്തുള്ള കാര്യങ്ങൾ സൂഹിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആള് ടെമ്പററി ആയിട്ടുള്ള ഈഗോ, സൂപ്പർ ഈഗോ, ഈഡ് എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആഗ്രഹിക്കുന്ന അപ്പോഴത്തെ കാര്യം മാത്രം നോക്കുന്ന സാത്താനിക് എനർജി അല്ലെ നെഗറ്റീവ് എനർജി, സാത്താനിക് എനർജി എന്ന് ക്രിസ്ത്യൻസ് പറയുന്ന ബാധാദോഷങ്ങളായിരിക്കും കൂടുതൽ അയാളെ ആവേശിക്കുക. അവിടെ അസുരന്മാരെയാണ് ഇവിടെ ബാധകളെയാണ് ഇവിടെ അസുരന്മാരെന്ന് ഋഷിമാര് പറയുന്നത് എപ്പോഴും. അതിപ്പോഴും ഓർത്തോണം. നല്ല ശക്തികൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഏഞ്ചൽസ് എന്നൊക്കെ പറയുന്ന ശക്തികളുണ്ട്. ഇവരെയാണ് ദേവന്മാരെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്, പുരാണത്തിലൊക്കെ പറയുന്നത്. ഋഷിമാരെ, ഗുരുക്കന്മാരെ, ദേവന്മാരെ, ഇവരൊക്കെ ലോകത്രയ ഗുരുക്കന്മാര്, ശരീരമില്ലാത്ത ഗുരുക്കന്മാരൊക്കെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലും ഋഷിമാര് പറഞ്ഞു തരുന്ന, ശരീരമില്ലാത്ത ഋഷിമാര്, ഗുരുക്കന്മാരും ദേവിയും പറഞ്ഞു. ഇതിന് ശേഷമാണ് ഞാൻ പോലും മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ശരിക്കും ഈ ഗുരുതത്വത്തിൽ നിന്ന്, ആ ഗുരുപരമ്പരയിൽ നിന്ന് ഒക്കെ വരുന്ന നോളജും ഇങ്ങനെയാണ് ദേവന്മാരുടെ ആ കാര്യങ്ങളുടെ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാണന്റെ പ്രാദുർഭാവം, പ്രാണന്റെ ആ ഒരു വൈബ്രേഷൻ, പ്രാണിക് വൈബ്രേഷൻ പോസിറ്റീവായിട്ട് അറിവിന്റെ രീതിയിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ദേവൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ചിതഗ്നി കൊണ്ട് സംഭൂത ദേവകാര്യ സമുദ്ര. അപ്പൊ അവിടെ നമ്മൾ എന്താ പറഞ്ഞേ, പ്രാണമയ കോശത്തിൽ എന്താണ്, പ്രാണന്റെ അതായത് ചിതഗ്നിയിൽ നിന്നും, ആ പ്രാണാഗ്നിയിൽ നിന്നും ദേവകാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ആദിപരാശക്തി സ്വരൂപത്തിൽ പ്രാണൻ വൈബ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ഒരു സാധനകനിൽ. അയാളുടെ അസുരന്മാര്, ദണ്ഡാസുരനെ പോലെയുള്ള അസുരന്മാര് അല്ലെങ്കിൽ ബാധാദോഷങ്ങള്, നെഗറ്റീവ് എനർജികൾ അയാൾക്ക് ഡിപ്രഷൻ ഉണ്ടാക്കുന്നു, അയാളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്നു, അയാളുടെ ശരീരം മുഴുവൻ തളർത്തിയിടുന്ന, ചിലപ്പോൾ ചിലക്കൊന്നും എണ്ണീറ്റ് തല പൊങ്ങിയല, തലക്ക് ഭയങ്കര വെയിറ്റാണ്, കാരണം അറിയില്ല. ഡിപ്രഷന്റെ ഗുളിക, ലിഥിയം പോലുള്ള ടാബ്ലറ്റ്സുകൾ തന്നു, സാറേ എന്റെ തല നേരെ നിൽക്കുന്നില്ല, എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ഒട്ടും തല പൊങ്ങുന്നില്ല, എനിക്ക് കൈയും കാലും ഒക്കെ പെരുക്കുന്നു, എനിക്ക് നെഞ്ചത്ത് വെയിറ്റ് കയറ്റി വെച്ചുകൊണ്ട് വരുന്നു, തലവേദന വർഷങ്ങളായിട്ട് ഗുളിക കഴിക്കുന്നു, മൈഗ്രെയിൻ മാറുന്നില്ല, ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പ്രാണമയ കോശത്തിലെ പ്രാണന്റെ ശോഷണം കൊണ്ടുണ്ടാവുന്ന ആ വിഷകല, പ്രാണനിൽ വിഷകല നിറയുന്നു, അമൃതകല വരുന്നില്ല. പ്രാണന്റെ അമൃതകല വരണമെങ്കിൽ ദേവി ഉപാസന കൊണ്ട്, ദേവി ജപത്തിലൂടെ പ്രാണന്റെ അമൃതകല കൂടി വരും. അപ്പൊ ഈ പ്രശ്നങ്ങൾ മാറും. അപ്പം പ്രാണന്റെ അമൃതകല കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു അട്രാക്ഷൻ എല്ലാവരിലും ഉണ്ടാവും. പ്രാണമയ കോശത്തിലാണ് നമ്മൾ ശരിക്കും ജീവിക്കുന്നത്, നമ്മളാരും അറിയുന്നില്ലല്ലോ. അന്നമയത്തിന്റെ ഫുഡ് എന്താണ്, ചോറും കറിയൊക്കെയാണ്. ആ ഒരു ദിവസം കിട്ടിയില്ലെങ്കിലും നമ്മൾ ചത്തുപോകത്തൊന്നുമില്ല. പക്ഷെ പ്രാണമയത്തിന്റെ ഫുഡ് എപ്പോഴും വേണം. എന്താ പ്രാണമയത്തിന്റെ ഫുഡ്? അറ്റൻഷൻ സീക്കിങ്ങിലൂടെ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം തോന്നുന്നത് എന്താ? ആളുകൾ വേർ കോൺസെൻട്രേഷൻ മൂവ്സ് എനർജി ഫോളോസ്, എങ്ങോട്ട് ശ്രദ്ധിക്കുന്നു അവിടെ പ്രാണം ചെല്ലുന്നുണ്ട്. നമ്മളൊരു വിഗ്രഹത്തിലേക്ക് ശ്രദ്ധിച്ചാൽ അവിടെ പ്രാണം ചെല്ലും. നമ്മുടെ കുട്ടിക്ക് നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് ഇരുന്ന് ചാടും. കാര്യം എന്താ? എല്ലാവരും അവനെ ശ്രദ്ധിക്കണം. കാര്യം എന്താ? അല്ലാത്തപ്പോൾ അവന് നമ്മൾ പ്രാണം കൊടുത്തോണ്ടിരുന്നു മോനെ എന്നൊക്കെ പറഞ്ഞ് ടി വി കാണുമ്പോൾ എല്ലാവരും അതിൽ ശ്രദ്ധിക്കണം. അവന് പ്രാണം കിട്ടുന്നില്ല, അപ്പൊ അവൻ ശ്രദ്ധ കിട്ടാൻ വേണ്ടി തുള്ളിച്ചാടും, അല്ലെ? അപ്പം ഒരു മോഹൻലാൽ ആവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? സ്വകാര്യമായി എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ പറയും മോഹൻലാൽ ആവണം, ഐശ്വര്യറായി ആവണം. എന്താ കാര്യം? ഒരു ഹാളിലേക്ക്, 1000 പേരുള്ള ഹാളിലേക്ക് മോഹൻലാൽ വരുമ്പോൾ എല്ലാ കണ്ണുകളും അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും പ്രാണൻ അദ്ദേഹത്തിന് കൂടുതൽ കിട്ടും. ഈ പ്രാണം കൂടുതൽ കിട്ടുന്നതുകൊണ്ട് അത് ആളുകൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് പണം കൂടുതൽ കിട്ടുന്നത്. ഇത് പ്രാണമയ കോശത്തിൽ തിയറിയാണ്. എളുപ്പം ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാക്കണമെന്നില്ല, പക്ഷെ ഒബ്സർവ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അന്നമയം മുതൽ അന്തമയത്തിലേക്കുള്ള യാത്രയിൽ പ്രാണമയത്തിൽ കൂടുതൽ എനർജി കൊടുക്കുന്നവർക്കാണ് പണം കിട്ടുന്നത്. വിഷ്ണു ആക്റ്റീവ് ആവണമെന്ന് പറഞ്ഞു. 10 പേരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളിന് കിട്ടുന്ന സാലറി അല്ല 1000 പേരെ പല ബ്രാഞ്ചുകളിലൂടെ മോട്ടിവേറ്റ് ചെയ്യുന്ന മാനേജർക്ക് കിട്ടുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്ന മാനേജർക്ക് കിട്ടുന്നത്. അതിന് എനർജി വേണം. ഈ എനർജി കൂട്ടാനുള്ള കഴിവ് കിട്ടുന്നതനുസരിച്ചാണ് പണം കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ആളുകളെ ആളുകൾക്ക് എനർജി കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് പ്രാണൻ കൂടുതൽ പൈസ കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ ബേസ് ചെയ്തിരിക്കുന്ന പ്രാണനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ചിതഗ്നികുണ്ട സംഭൂത ദേവകാര്യ സമുദ്യത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ദേവന്മാരായിട്ടുള്ള ദേവന്മാരെന്ന് എന്താ? നമ്മളിൽ പല സിദ്ധികളായിട്ട് പ്രവർത്തിക്കുന്നത് ദേവന്മാരാണ്. സിദ്ധികളായിട്ട് നമ്മളിൽ പ്രവർത്തിക്കുന്ന ദേവന്മാരാണ്.
ഒരു തച്ചൻ, നല്ലൊരു തച്ചൻ അദ്ദേഹത്തിന്റെ മകന് കൊടുക്കുന്ന ആ ഉളിയിലൂടെ അദ്ദേഹം കൊടുക്കുന്നത് വെറും ഉളിയല്ല, അദ്ദേഹം ഉപാസിച്ചിരിക്കുന്ന ദേവതകളെയാണ് പണ്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ മകനും ആ കഴിവ് തന്നെ ഉണ്ടാവുകയാണ് ആ സമയത്ത് അത് ചെയ്യുമ്പോൾ. അതിന് മുമ്പ് അയാൾക്ക് ആ കഴിവ് ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്കും അയാളിലേക്ക് ആ കഴിവ് വരികയാണ്, അല്ലെ? ആ കൊടുക്കുന്ന ആ ദേവതയാണ് കൊടുക്കുന്നത്, പണ്ട് ആ ഉപാസനയാണ് കൊടുക്കുന്നത്. എന്നിട്ട് പറയും ആരോടും ഇത് പറഞ്ഞു കൊടുക്കരുത്, രഹസ്യമായിരിക്കണം. അപ്പൊ ഇയാള് അത്ഭുതകരമായിട്ടാ പറയും, ഇന്നാളുടെ മോനല്ലേ, ഇങ്ങനെ ചെയ്തില്ലെങ്കിലേ, പെരുന്തച്ഛന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ആ കഴിവ് അങ്ങനെ കിട്ടുകയാണ് മറ്റേ ആളിന്. അതാ ആ ദേവതയാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ ചില ആൾക്കാർ പല സ്ഥലത്തൊക്കെ ഈ കൈവശങ്ങളൊക്കെ എടുക്കാൻ പോകുന്നവരുണ്ട്. കൃത്യമായി വന്നിട്ട് പറയും ഇവിടെ കുഴിക്കാൻ പറയും, അവിടെ കുഴിച്ചു കഴിഞ്ഞാൽ കൃത്യം സാധനം കിട്ടും. ഈ ലെറ്ററൊക്കെ എഴുതിയ സാധനങ്ങൾ, തകിടും അത് മുടിയും അത് ഇതൊക്കെയുള്ള സാധനങ്ങൾ കുഴിച്ചിട്ടേക്കുന്ന കിട്ടും. അവർ കുഴിച്ചിടുന്നൊന്നുമല്ല, കാരണം അവർ ഇന്നൊരിടത്താണ് നാളെ വേറൊരിടത്താണ്, ഇന്നും അവർക്ക് സമയമില്ല. പക്ഷേ അവർ കുഴിക്കത്തുമില്ല. നമ്മൾ കുഴിച്ച് കഴിയുമ്പോൾ അത് കിട്ടും. അത് ആ സ്കില്ലുണ്ട് അവർക്ക്. ആ പ്രത്യേക ദേവത അവരുടെ അച്ഛൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ദേവത ഉപാസനയാണ് അവർ കൂട്ടുകിടക്കുന്നത്. അപ്പൊ ദേവന്മാര് സഹായിക്കാൻ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഉപദ്രവിക്കാൻ നിൽക്കുന്ന ദേവതകളും ഉണ്ട്. അപ്പൊ ഇതാണ് ശരിക്കും ദേവന്മാരും അസുരന്മാരും എന്ന് പറയുന്നത്. അവരാ ബ്രെയിൻ കെമിക്കൽ കോമ്പിനേഷനും ആ സ്കില്ലും ഒക്കെയാണ് അവിടെ ആ ദേവന്മാരെന്ന് ഉദ്ദേശിക്കുന്നത്. പ്രാണൻ നല്ല ദേവതകളിലൂടെയും ചീത്ത ദേവതകളിലൂടെയും പ്രവർത്തിക്കും. അപ്പൊ ആ സിദ്ധികൾ നമുക്കുണ്ടാവും. അപ്പൊ ദേവതകളുടെ സിദ്ധികൾ നമുക്ക് കിട്ടാൻ വേണ്ടി, ആ ദേവതകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി, ആ ദേവതകളാണ് നമ്മളിലൂടെ ജീവിക്കുന്നത്. നമ്മൾ കരയും ചിരിക്കുകയും കുട്ടികളെ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളിലൂടെ ഇതൊക്കെ അനുഭവിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദേവന്മാരും അസുരന്മാരുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പ്രാണമയ കോശത്തിൽ നിന്ന് നോക്കുമ്പോഴേ ഇത് മനസ്സിലാവത്തുള്ളൂ, വൈബ്രേഷണൽ ഫീൽഡുകളായിട്ട്. അങ്ങനെ ചിദഗ്നി, അങ്ങനെ ദേവന്മാരെ കാര്യം സാധിക്കുമ്പോൾ, പോസിറ്റീവ് വൈബ്രേഷൻസ് വരുമ്പോൾ നമ്മുടെ ബോധം വർദ്ധിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ചിദഗ്നി ജ്വലിക്കുന്നു, നമുക്ക് ആനന്ദം ഉണ്ടാകുന്നു. അപ്പൊ ആ ചിദഗ്നിയിൽ ദേവി പ്രത്യക്ഷയായിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്തു തരുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ആനന്ദവാനും ബോധവാനുമായി മാറുന്നു. ബോധം കിട്ടുമ്പോൾ നമ്മുടെ കർമ്മഫലങ്ങൾ ബെറ്റർ ആകുന്നു, പ്രാണൻ കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അപ്പം അന്നമയ കോശം കറക്റ്റായിട്ട് പ്രവർത്തിക്കും, മനോമയം പ്രവർത്തിക്കും, ക്ലാരിറ്റി ഉണ്ടാവും, ചെയ്യുന്നതിന് റിസൾട്ട് കിട്ടും, പോസിറ്റീവ് മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാൻ പറ്റും. അപ്പം നമ്മൾ ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കുന്നവരായിട്ട് ദേവന്മാരായിട്ട് നമ്മൾ മാറുന്നു. അപ്പം ചിദഗ്നി കുണ്ട സംഭൂത ദേവകാര്യ സമുദ്യത എന്ന് പറഞ്ഞതിൽ ക്ലിയർ ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ഇതിലും വളരെ ആഴത്തിലുള്ള താന്ത്രിക രഹസ്യങ്ങളുണ്ട്. അത് പക്ഷേ സാധാരണ ആളുകൾക്ക് എളുപ്പം ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതല്ല, അനുഭവത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സിമ്പിളായിട്ട് നമ്മൾ കഴിയുന്നത്ര ലളിതമായിട്ടാണ് നമ്മൾ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഈ പഞ്ചകോശ വ്യാഖ്യാനത്തിൽ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിലെല്ലാം ഈ നാമത്തെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി ഉപാസിക്കുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള ആനന്ദം, ലളിതാ സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് ഈ അർത്ഥങ്ങളും മനസ്സിലാക്കി ഈ രീതിയിൽ ഡെപ്തിൽ കണ്ടുകൊണ്ട് മനസ്സിലാക്കി ഉപാസിക്കാൻ സാധിച്ചാൽ നമ്മുടെ ഫ്രീക്വൻസി ലെവലേ മാറിപ്പോവും. വളരെ വലിയ ജ്ഞാനത്തിലേക്ക്, ദേവിയുടെ ഒരു ജ്ഞാനത്തിന്റെ ഒഴുക്ക് തന്നെ നമ്മളിൽ ഉണ്ടാകുകയും അങ്ങനെ ചിദഗ്നി കൊണ്ട സംബോധയായിട്ട് ദേവി നമ്മളിൽ അവതരിക്കുകയും നമ്മുടെ ഉള്ളിലുള്ള ദേവന്മാരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും അസുരന്മാരെ നിഗ്രഹിച്ച് സ്വർഗം നമുക്ക് വീണ്ടെടുത്ത് തരികയും ചെയ്യും എന്നുള്ളത് സംശയലേശമെന്നെ നമുക്ക് പറയാം. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ. ബാക്കി ജപയജ്ഞത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരെയും ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമാവട്ടെ. എല്ലാവരും ഒന്നിച്ച് നമുക്ക് ലളിതാ സഹസ്രനാമം ജപിക്കാം. എല്ലാവരും തയ്യാറാണ്. അപ്പൊ നമുക്ക് പൂർണ്ണമായ ഭക്തിയോടുകൂടി ദേവിക്ക് മുന്നിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട്, ദേവിയുടെ ചരണങ്ങളിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ദേവിയെ സ്തുതിക്കാൻ വേണ്ടി, ദേവിക്ക് നമ്മൾ 10 പ്രാണൻ കൊടുത്തെങ്കിൽ 1000 തരാൻ ദേവിക്ക് സാധിക്കും. പക്ഷെ ഈ 10 കൊടുക്കണം. അപ്പൊ നമ്മൾ ശ്രദ്ധയോടെ, ഭക്തിയോടുകൂടി, സ്നേഹത്തോടുകൂടി, സ്നേഹം എന്നുള്ള വികാരം ഉള്ളിൽ കൊണ്ടുവന്നാലാണ് കൂടുതൽ കൂടുതൽ, അതാണ് ഭക്തി, വേറൊന്നുമല്ല. സ്നേഹം ദേവിയോട് കൊണ്ടുവന്നാൽ നമ്മൾ ജപിച്ചാൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ ആ സ്നേഹത്തോടു കൂടി ഈ പാരായണം മുഴുവൻ തീർക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമാത്രേ നമഃ. എല്ലാവരും ദേവി അനുഗ്രഹിക്കട്ടെ. പ്രശാന്ത്. നമ്മൾ ഈ ആഴ്ച പേരും നാളും നൽകിയിരിക്കുന്നവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓ
സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ഓം ശ്രീ ലളിതാംബാപ്രപാദം പൂജയാമി ദർപ്പയാമി. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതേ നമഃ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം അസ്യ ശ്രീലളിതാ സഹസ്രനാമസ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദിവാഗ്ദേവതാ ഋഷയഃ അനുഷ്ഠുപ്ഛന്ദഃ ശ്രീലളിതാ പരമേശ്വരീ ദേവതാ. ശ്രീമദ് ഭഗവതകൂടേതി ബീജം മധ്യകൂടേതി ശക്തി ശക്തികൂടേതി കീലകം മൂലപ്രകൃതിരേതി ധ്യാനം. ശ്രീലളിതാ മഹാത്രിപുരസുന്ദരി പ്രസാദ സിദ്ധി ദ്വാരാ സകല ചിന്തിത ഫലപ്രാപ്ത്യത്തെ ജപേ വിനിയോഗഃ. ധ്യാനം സിന്ദൂരരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീ സ്ഫുരത്താരാ നായകശേഖരാം സ്മിതമുഖീം മാപീനവക്ഷോരുകാം പാണിഭ്യാം മണിപൂർണരത്നചഷകം രക്തോജ്വലം വിപ്രതിം സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പദ്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപദ്മാം വരാഗി സർവാലങ്കാരയുക്താം സതതമഭയതാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമാളികചുംബികസ്തൂരികാം സമന്തകസിതേഷണാം ശശാരചാപപാശാങ്കുശാം അശേഷജനമോഹിനീമരുണമാല്യഭൂഷോജ്വലാം ജപകുസുമഭാസുരാം ജപവിദോസ്മരേദംബികാം. അരുണാം കരുണാതരംഗിതാക്ഷീകൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാതിവിരാവൃതാം മയൂഖൈരഹമിദേവ വിഭാവയേം ഭവാനി. ഓം ശ്രീ മഹാദേവി നമഃ. ഓം ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യസമുദ്യത ഉദ്യദ്ഭാനുസഹസ്രാവ ചതുർഭാവു സമന്വിത രാഗസ്വരൂപപാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിചാരുണ പ്രഭാപൂര ബ്രഹ്മാണ്ഡമണ്ഡല ചമ്പകാശോക പുന്നാക സൗഗന്ധികലസൽക്കജ ഗുരുവിന്ദമണി ശ്രേണി കനത്കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്രവിഭ്രാജദളിക സ്ഥലശോഭിത മുഖചന്ദ്രകളകാപ മൃഗനാഭിവിശേഷക വദനസ്മര മാംഗല്യ ഗ്രഹതോരണ ചില്ലിക പത്രലക്ഷ്മീ പരിപാഹ ചലന്മീനാപലോചന നഭചമ്പക പുഷ്പാപനാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണപാസുര കദംബ മഞ്ജരീ ക്ലിപ്ത കർണപൂര മനോഹര താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിപാപിക പോലഭുഹു നഭവിന്ദ്രുമവിംബശ്രീനക്കാരിരതനച്ഛത ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജഭക്തിദ്വയോജ്വല കർപ്പൂരവീടി കാമോദ സമാകർഷതി കന്ധര നിജസല്ലാപ മാധുര്യ വിനിർവക്ഷിത കച്ചബി മന്ദസ്മിത പ്രഭാപൂര മന്ദകാമേശ മാനസ അനാകലിക സാദൃശ്യ ചുബുക ശ്രീ വിരാജിത കാമേശ ബന്ധ മാംഗല്യ സൂത്രശോഭിത കന്ധര കനകാംഗത കേയൂര കമനീയ ഭുജാനിത രത്നഗ്രൈവേയ ചിന്താകലോല മുക്താഫലനിത കാമേശ്വര പ്രേമ രത്നമണി പ്രതിപണസ്തനി നവ്യാല ബാലരോമാളി ലതാ ഫലഭുജദ്വയേ ലക്ഷ്യരോമലതാദാരത സമുന്നേയ മധ്യമ സ്തനദ്ഭാരതളൻ മധ്യബണ്ഡബന്ധ ബലിത്രയ അരുണാരുണ കൗസ്തുംഭ വസ്ത്രവസത്കടീതടി രത്നകിങ്കിണി കാരമ്യ രചനാധാമഭൂഷിത കാമേശജ്ഞാന സൗഭാഗ്യ മാർഗവേരുദ്വയാനിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപ പരിഷിത്ത സ്മരാതുണ ഭജങ്കിക ഗൂഢഗുൽഫാ ഗോർമ പൃഷ്ട ജൈഷ്ണു പ്രപദാനിത നഗദീതി സഞ്ജന്ന നാമജന തമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ സിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മരാളി മന്ദഗമന മഹാലാവണ്യ സേവതി സർവാരുണാനവദ്യാംഗീ സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവസോദീന വല്ലഭ സുമേരു മധ്യശൃംഗസ്ഥ ശ്രീമന്നകര നായിക
ചിന്താമണി ഗ്രഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസന സ്ഥിത മഹാപത്മാടവി സംസ കദംബവനവാസിനി സുധാ സാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷിഗണ സംഘാത സൂയമാനാത്മവൈഭവ ഭണ്ഡാസുരവധോ ദുഗ്ധ ശക്തി സേനാ സമന്വിത സമ്പത്കരി സമാരൂഢ സിന്ദൂരവജ്ര സേവിത അശ്വരൂഢാധിഷ്ഠിത അശ്വകോടി കോടി വിരാവൃത ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത ഗിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനി കാക്ഷിപ്ത വന്യപ്രകാരമധ്യക ഭണ്ഡാ സൈന്യവധോ ദുഗ്ധ ശക്തി വിക്രമഹർഷിത നിത്യാപരാക്രമണോപ നിരീക്ഷണ സമുത്സഹ ഭണ്ഡാപുത്രവധോ ദുഗ്ധപാല വിക്രമനന്ദിര മന്ത്രിണ്യംബ വിരചിത വിശങ്കവതോഷിത വിശുക്ര പ്രാണഹരണ വാരാഗി വീരനന്ദിത കാമേശ്വര മുഖലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർവിഘ്ന വിഘ്നയന്ത്ര പ്രകർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്ര വർഷിണി കരാങ്കുലീന നഗോൽപ്പന്ന നാരായണ ദശാങ്കൃതി മഹാപാശുവതാസ്ത്രാഗ്നി നിർദഗ്ധാസുര സൈനിക കാമേശ്വരാസ്ത്ര നിർദഗ്ധ സപണ്ഡാസുരശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്കൃത വൈഭവ ഹരനേത്രാഗ്നി സംദഗ്ധ കാമ സഞ്ജീവനൌഷധി ശ്രീമദ് ഭഗവകൂടൈക സ്വരൂപ മുഖവങ്കജ കഡ്യതാ കടിപര്യന്ത മധ്യകൂട സ്വരൂപിണി ശക്തികൂടൈകതാപന്ന കഡ്യതോപാകധാരിണി മൂലമന്ത്രാത്മിക മൂലകൂടത്ര കളേംബര കുളാമൃതൈകരസിക കുലസംഗീത പാലിനി കുളാംഗന കുളാംഗസ്ഥ കൗലിനി കുളയോഗിനി അകുളാ സമയാന്തസ്ഥ സമയാചര തൽപര മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിവേദിനി മണിപൂരാന്തരുചിത വിഷ്ണു ഗ്രന്ഥി വിവേദിനി ആജ്ഞാചക്രാന്തരളസ്ഥ രുദ്രഗ്രന്ഥി വിവേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരവിവർഷിണി തടില്ലത സമരുചി ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിസതന്തുതനീയസി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യകുടാരിക ഭദ്രപ്രിയ ഭക്തമൂർത്തിർഭക്ത സൗഭാഗ്യദായിനി ഭക്തപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ പയാവഹ ശാംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി ശാങ്കരി ശ്രീകരി സ്വാതി ശരചന്ദ്ര നിവാനന സാധോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവന്ധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരൂപാതിർനിരീശ്വര നിരാകാരാഗമദന നിർമ്മദ മതനാശിനി നിശിന്ദ നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമാ മമതാഹന്ത്രി നിഷ്പാപ പാവനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോകാലോകനാശിനി നിശംശയ സംശയഗ്നി നിർഭവ ഭവനാശിനി നിർവികൽപ നിരാവാദ നിർവേദ വേദനാശിനി നിർനാശ മൃത്യുമദനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തൂല നീലചിഗുര നിരാപായ നിരദ്യയ ദുർലഭ ദുർഗമാ ദുഃഖ ദുഃഖഹന്ത്രി സുഖപ്രദ ദുഷ്ടാ ദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരണ സമാനാധികവർജിത സർവശക്തിമയീ സർവമംഗള സത്പ്രതിപ്രദ സർവേശ്വരി സർവമയീ സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപ മനോന്മനി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മി മൃഡപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർ മഹാരഥി മഹാഭോഗ മഹൈശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർ മഹാസിദ്ധിർ മഹായോഗേശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാവൈഭവപൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുരസുന്ദരി ചതുഷ്ഷഷ്ടി ഉപചാരാഢ്യ ചതുഷ്ഷഷ്ടി കലാമയി മഹാചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിത മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മധ്യക ചാരുരൂപ ചാരുഭാസ ചാരുചന്ദ്രകലാതര ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാനകനരൂപിണി ധ്യാനധ്യാതൃദേയ രൂപ ധർമാധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരണി സ്വപത്നി തൈജസാത്മിക
സുത്ത പ്രജ്ഞാത്മിക തുര്യ സർവാവസ്ഥ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോത്രീ ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാരകരേശ്വരി സദാശിവാനുഗ്രഹത പഞ്ചദൃശ്യപരായണ ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവീ പാകമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലിഹി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാൽ ആബ്രഹ്മകീടജനനി വർണ്ണാശ്രമവിദായിനി നിജാജ്ഞാനരൂപ നിഗമാ പുണ്യ പുണ്യഫലപ്രദാം ശ്രുതി സീമന്ത സിന്ദൂര കൃത പാദാംബുജധൂളിക സകലാഗമ സന്ദേഹ ശക്തി സംഭൂത മൗതിക പുരുഷാർത്ഥ പ്രദാ പൂർണ ഗോഹിനി ഭുവനേശ്വരി അംബികാനാദിനിധന ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണീ നാദരൂപ നാമരൂപ വിവർജിത ശ്രീങ്കാരി ശ്രീമതി കൃത്യാകേയോപദേയ വർജിത രാജരാജാർച്ചിത രാജ്ഞി രമ്യ രാജീവലോചന രഞ്ജനീ രമണീരസ്യ രണക്കിങ്കിണി മേഖല രാമ രാഗേന്ദുവദന രതിരൂപ രതിപ്രിയ രക്ഷാകരീ രക്ഷസാഗ്നി രാമ രമണലംബട കാമ്യ കാമകലാരൂപ കദംബ കുസുമപ്രിയ കല്യാണി ജഗതി കാന്ത കരുണാരസസാഗര കലാവതി കലാലാഭ കാന്ത കാദംബരി പ്രിയ വരദാ വാമനയന വാരുണി മതവിക്വല വിശ്വാധിക വേദവേദ്യ വിന്ധ്യാചലനിവാസിനി വിധാത്രി വേദജനനി വിഷ്ണുമായ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ശയ്യാവൃത്തി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയ വിമല വന്ദ്യ വന്ദാരു ജനവത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമത്കൽപലതിക പാശുപാശ വിമോചിനി സംഹൃത ശേഷപാഷാണ്ഡ സദാചാര പ്രവർത്തക താപത്രയഗ്നി സംദത്ത സമാക്ലാദന ചന്ദ്രിക താരുണി താപസാരാധ്യ താനുമധ്യ തമോപഹ ചിതിസ്തൽപദലക്ഷ്യാർദ്ധ ചിതീകര സ്വരൂപിണി സ്വാത്മാനന്ദ ലഭീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതിഹി പരാപ്രത്യക്ഷിതീ രൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീ രൂപ ഭക്തമാനസഹംസിക കാമേശ്വര പ്രാണനാഡി കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസ സമ്പൂർണ ജയ ജാലന്തര സ്ഥിത ഒഡ്യാണ പീഠനിലയ ബിന്ദു മണ്ഡലവാസിനി രഹോയഗത്രമാരാധ്യ രഹസ്തർപ്പണദർപ്പിത സത്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗ ദേവതായുക്ത ഷഡ്പുണ്യ പരിപൂരിത നിത്യാക്ലിന നിരൂപമ നിർവാണ സുഖദായിനി നിത്യാഷോഡശികാരൂപ ശ്രീകണ്ഠാർത്ഥ ശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതി വ്യക്ത സ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാസ്വരൂപിണി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദിഹി ഭക്തകർത്ത തമോ ഭേദ ഭാനുമദ്ഭാനു സന്തതിഹി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപരാ ശിശ്രേഷ്ഠ ശിഷ്ടപൂജിത അക്രമേയ സ്വപ്രകാശ മനോഭാഷാമഗോചര ചിച്ചക്തി ചേതന രൂപ ജഡശക്തി ജഗാത്മിക ഗായത്രി വ്യാകൃതി സന്ധ്യ ദ്വിജവൃന്ദ നിഷേവിത തത്വാസന തത്വമയീ പഞ്ചകോശാന്തരസ്ഥിത നിസീമ മഹിമ നിത്യയൗവന മതശാലിനി മതപൂർണിതരക്താക്ഷി മതപാടല ഗണ്ഡബഹു ചന്ദനദ്രവദിത്യാംഗി ചാന്ദേയ കുസുമപ്രിയ കുശല കോമളാകാര കുരുകുല കുലേശ്വരി കുലകുണ്ടാലയ കൗളമാർഗ തൽപര സേവിത കുമാരനാഥ ഗണാംബ തുഷ്ടി പുഷ്ടിർമതി ധൃതി ശാന്തി ശാന്തി സ്വസ്തിമതി കാന്തിർത്ത നന്ദിനി വിശ്വനാശിനി തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചല നിവാസിനി സുമുഖി നളിനി ശുഭ്രോ ശോഭനാശുരനായിക കാളകണ്ഠി കാന്തിമതി ശോഭിനി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധി ചക്രനിലയ രക്തവർണ ത്രിലോചന ഹൃദ്വങ്കാതി പ്രകരണ വദനൈക സമന്വിത പായസാന പ്രിയ തുക്കോസ്ത പാശുലോക വശങ്കരി അമൃതാദി മഹാശക്തി സമൃദ്ധ ഡാകിനീശ്വരി അനഹാംബച നിലയ ശ്യാമാഭവദനദ്വയ സംഷ്ടോജ്വല ക്ഷമലാദിധര രുദ്ര സംസ്ഥിത കാളരാത്ര്യാദിശക്തൗ ഗവൃന്ദ സിദ്ധൗ ധനപ്രിയ
മഹാവീരേന്ദ്രവദന രാഗണ്യംബ സ്വരൂപിണി മണിപൂരാംബചനലയാവതനത്രയ സംയുക്ത വജ്രാധികായുധോപേത ഡമ്മര്യാതിവിരാവൃത രക്തവർണാ മാംസനിഷ്ഠ ഗൂഢാനപ്രീതമാനസ സമസ്തഭക്ത ശുഭദാ ലാഗണ്യംബ സ്വരൂപിണി സ്വാദിഷ്ഠാനാംബുജാകര ചതുർവക്ത്ര മനോഹര ശൂലാദ്യായുധ സമ്പന്ന പ്രീതവർണാതിഗർവിത മേധോനിഷ്ഠാ മധുപ്രീത ബന്ധിന്യാതിസമന്വിത ദത്തിന്യശക്തഹൃദയ കാകിനി രൂപധാരിണി മൂലാധാരാംബുജാരൂഢ പഞ്ചവക്രാസ്തി സംസ്ഥിത അങ്കുശാദി പ്രകരണ വജ്രദാതി നിഷേവിത മുക്തൗദന ശക്തചിത്ത യാഗണ്യംബ സ്വരൂപിണി അജ്ഞാചക്രാംബച നിലയ ശുക്ലവർണാഷടാനന മജ്ജാസംസ്ഥാഹംസവതി മുഖ്യശക്തി സമന്വിത ഹരിത്രാണൈകരസിക കാകിനി രൂപധാരിണി സഹസ്രദള പത്മാസ സർവർണോപശോഭിത സർവായുധാധാര ശുക്ലസംസ്ഥിത സർവതോമുഖി സർവൗദന പ്രീതചിത്തായ കന്യംബാ സ്വരൂപിണി സ്വഹാ മതേർജിതമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമർച്ചിത ബന്ധമോചനി ഗർഭരാളക വിമർശരൂപിണി വിദ്യാവിയദാതിതക പ്രസുഹു സർവവ്യാധി പ്രശമനി സർവമുക്തി നിവാരിണി അഗ്രഗണ്യാ ചിന്യരൂപ കലികൽമഷനാശിനി കാർത്യായനി കാലകന്ത്രേ കമലാശ നിഷേവിത താംബൂലപൂരിതമുഖി ദാഡിനി കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനിധിർനിയന്ത്രേ നിഖിലേശ്വരി മൈത്ര്യാദിവാസന ലഭ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഗണരൂപിണി മാതൃ പാലാലസ മാതാ മാതൃകാ വർണ്ണരൂപിണി മഹാകൈലാസ നിലയ മൃണാള മൃദുതോർലത മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീസോഡസാക്ഷരി വിദ്യ ത്രികൂട കാമകോടിക കടാക്ഷ കിങ്കരീഭൂത കമലാ കോടി സേവിത സ്ഥിരസ്ഥിത ചന്ദ്രനിഭ വലസേന്ദ്രധനുപ്രഭ ഹൃദയസ്ഥാരവി പ്രഖ്യാ ത്രികോണാന്തര ദീപിക ദാക്ഷായണി ദയഹന്ത്രി ദക്ഷയജ്ഞ വിനാശിനി തരാന്തോളിർദീർഘാക്ഷി തരകാസോജ്വലാന്മുഖി ഗുരുമൂർത്തിയർ ഗുണനിധിയർ ഗോമാതാ ഗുഹജന്മഭോ ദേവേശി ദണ്ഡനീതിഷ്ഠാദകരാകാശരൂപിണി പ്രതിപന്മുഖ്യരഖന്തതിരി മണ്ഡല പൂജിത കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സജാമ രാമവാണി സവ്യദക്ഷിണ സേവിത ആദിശക്തിരമേയാത്മാ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി ദിവ്യ വിഗ്രഹ ലിംഗാരി കേവല ഗുഹ്യ കൈവല്യ പദദായിനി ത്രിപുരാത്രി ജഗദ്വന്ദ്യ ത്രിമൂർത്തി സ്കൃതേശ്വരി ദക്ഷരി ദിവ്യകന്താഢ്യ സിന്ദൂര തിലകാഞ്ചിത ഉമാ ശൈലേന്ദ്ര തനയ ഗൗരി ഗന്ധർവ സേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദാ വാഗതീശ്വരി ജ്ഞാനഗമ്യ പരിച്ഛേദ്യ ജ്ഞാനതാ ജ്ഞാന വിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോലാമുദ്രാർച്ചിത ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല അദൃശ്യാദൃശ്യരഹിത വിജ്ഞാത്രി വേദവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദ യുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സദാ സാധ്യൂപധാരിണി അഷ്ടമൂർത്തി രജാജൈത്രി ലോകയാത്രാ വിദായിനി ഏകാകിനി ഭൂമരൂപ നിർദ്വന്ദ ദ്വന്ദ്വർജിത അന്നദാ വസുത വൃന്ദ ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി ബൃഹതി ബ്രഹ്മാണി ബ്രഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ വാക്ഷാരൂപ ബൃഹത്സേന ഭാവ വിവർജിത ശുഗാരാധ്യ ശുഭകരി ശോഭനാ ശുലഭാഗതി രാജരാജേശ്വരി രാജദായിനി രാജവല്ലഭ രാജകൃപ രാജപീഠ നിവേശിത നിജാശ്രിത രാജലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല ദീക്ഷിത ദൈത്യശമനി സർവലോകവശങ്കിരി സർവാതദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി ദേശകാല പരിച്ഛിന്ന സർവാംഗ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ ഗുഹ്യരൂപിണി സർവോപാധി വിനിർമുക്ത സദാശിവപതിവ്രത സാമ്പ്രദായേശ്വരി സ്വാതി കുരുമണ്ഡലരൂപിണി കുലോത്തീർണ ബഹാരാധ്യ മായാ മധുമതി മഹി ഗണാംബ ഗുഹ്യകാരാധ്യ കോമളാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാന പ്രദായിനി ചിത്കലാനന്ദ കലിക പ്രേമരൂപ പ്രിയങ്കരി
നാമപാരായണ പ്രീത നന്ദി വിദ്യാ നടേശ്വരി വിദ്യാ ജഗദാധിഷ്ഠാന മുക്തിദാ മുക്തിരൂപിണി ലാസ്യപ്രിയ ലയകരി ലജാരംഭാതിവന്ദിത ഭവതാ വസുധാ വൃഷ്ടി ഭവാരണ്യതവാനല ദൗർഭാഗ്യ തുലാവതുല ജരാതന്തര വിപ്രഭ ഭാഗ്യലബ്ധി ചന്ദ്രികാ ഭക്തചിന്താഗീകനാകന രോഗപർവത ദാംബോളിർ മൃദുദാരു കുടാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാസന അപർണ ചണ്ഡിക ചണ്ഡമുണ്ട സുരനിശോദിനി ശരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ദുർവർഗദാത്രി സുഭഗ ത്രയംബക ത്രിഗുണാത്മിക സ്വർഗാപവർഗദ ശുദ്ധ ജപ പുഷ്പാനിവാകൃതി ഓചോവതി ദ്യുതിധര യജ്ഞരൂപ പ്രിയം വ്രത ദുരാരാധ്യ ദുരാദർശ പാടലി കുസുമപ്രിയ മഹതി മേരുനിലയ മന്ദാര കുസുമപ്രിയ വിരാരാധ്യ വിരാട് രൂപ വിരജ വിശ്വതോമുഖി പ്രത്യക് രൂപ പരാകാശ പ്രാണത പ്രാണരൂപിണി മാർത്താണ്ഡ വൈരവാരാധ്യ മന്ത്രിണ്യസ്യ രാജദുഹു ത്രിപുരേശി ജയസ്തേന നൃസ്തൈകുണ്യാ പരാപര സത്യജ്ഞാനാനന്ദരൂപ സംവര്യസ്യ പരായണ കവർത്തിനി കലാമാല കാമദുഃഖാമരൂപിണി കലാനിധി കാവ്യ കലാരസജ്ഞാരസദേവതി പുഷ്ടാ പുരാതന പൂജ്യ പുഷ്കര പുഷ്കരേക്ഷണ പരം ജ്യോതി പരം ധാമ പരമാണു പരാത്പര പാശകസ്ഥ പാശതന്ത്രി പരമന്ത്ര വിവേകിനി മൂർത്താമൂർത്ത നിത്യതൃത്ഥ മുനിമാനസഹംസിക സത്യവ്രത സത്യരൂപ സർവാന്തര്യാമിനി സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപ ബുധാർച്ചിത പ്രസാവിത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠാ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചസത്പീഠരൂപിണി വിശൃംഖല വിവിധസ്ഥ വീരമാതാവിയ പ്രസുഹു മുകുന്ദ മുക്തിനിലയ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞ ഭാവരോഗജ്ഞി ഭാവചക്ര പ്രവർത്തനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാരകീർത്തിരനുത്തമ വൈഭവ വർണ്ണരൂപിണി ജന്മമൃത്യുജര തത്പദ ജന വിശ്രാന്തിദായിനി സർവോപാധി നിശോദുൽകുഷ്ട സത്യാതീത കലാത്മിക ഗംഭീര ഗഹനാന്തസ്ഥ ഗർഭിത ഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ടാകാന്ത കാന്താർത്ഥ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമാ കേളിതരംഗിത കനത്കനക താടങ്ക ലീല വിഗ്രഹധാരിണി അജാക്ഷയ വിനേർമുക്ത മുക്ത ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ ദുർലഭ ത്രയീ ത്രിവർഗ നിലയ ത്രസ്ത ത്രിപുരമാലിനി നിരാമായ നിരാലംബ സ്വാത്മാരാമാസുധാശ്രുതി സംസാര ഭക്ത നിർമ്മക്ത സമുദ്രണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകത്രി യജമാനസ്വരൂപിണി ധർമാധാര ധനദക്ഷ്യ ധനധാന്യ വിവർജിനി വിപ്രപ്രിയ വിഭ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാപ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിരോനി നിലയ കുടസ്ഥ കുലരൂപിണി വീരഗോഷ്ഠി പ്രിയ വീര നൈഷ്കർമ്മ്യ നാഥരൂപിണി വിജ്ഞാന കലാന കല്യ വിദഗ്ധ വൈന്ദവാസന തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി സാമഗാന പ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സവ്യാവസവ്യമാർഗസ്ഥ സർവോപാധി നിവാരിണി സ്വസ്ഥ സ്വഭാവ മധുരാധീരാധീര സമർച്ചിത ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യ കുസുമ പ്രിയ സാധോധിത സദാ ദുഷ്ട താരുണാദിത്യ പാടല ദക്ഷിണ ദക്ഷിണാരാധ്യ ധരസ്മേരുമുഖാംബുജ കൗലിനി കേവലാനർഘ്യ കൈവല്യ പദദായിനി സ്തോത്രപ്രിയ ശ്രുതിമതി ശ്രുതി സംസ്കൃത വൈഭവ മനസ്വിനി മനവതി മഹേശി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭ പരമോദാര പരമോദ മനോന്മയീ വ്യോമകേശി വിമാനസ്ഥ വജ്രണി വാമകേശ്വരി പഞ്ചയജ്ഞ പ്രിയ പഞ്ചപ്രേത മഞ്ചാതിശയനി പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ സർമദാ ശംഭുമോഹിനി ധരാധര സുധാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത സമാത്മിക ബന്ധുക കുസുമ പ്രഖ്യ ബാലാലീല വിനോദിനി സുമംഗലി ശിവകരി ശിവേഷാഢ്യ സുവാസിനി സുവാസിന്യാർച്ചന പ്രീത ശോഭന ശുദ്ധമാനസ ബിന്ദുദർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുര ശ്രീ ശിവങ്കരി ജ്ഞാനമുദ്ര ഗമ്യാജ്ഞാനജ്ഞേയ സ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേശി ത്രികോണാംബ ത്രികോണഃ അനഹാംബുധ ചാരിത്ര്യ വാഞ്ചിതാർത്ഥപ്രദായിനി അഭ്യാസാതിശയജ്ഞാത ഷഡ്വാന്തീത രൂപിണി
അവ്യാജ കരുണാമൂർത്തി അജ്ഞാനദന്തദീപിക ആപാലകോപവിദിത സർവാലുല്യങ്ക്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത്രിപുരസുന്ദരി ശ്രീ ശിവ ശിവശക്തിക്ക് രൂപിണി ലളിതാംബിക ഏവം ശ്രീലളിതാദേവ്യാം നാംനാം സഹസ്രഹം ജപഹൂം. ഇതി ശ്രീലളിതാ സഹസ്രനാമസ്തോത്രം സമ്പൂർണം. ഓം അസ്യ ശ്രീലളിതാ സഹസ്രനാമസ്തോത്ര മഹാമന്ത്രസ്യ വാശിന്യാദിവാഗ്ദേവതാ ഋഷയഃ അനുഷ്ഠുപ് ഛന്ദഃ ശ്രീലളിതാ പരമേശ്വരി ദേവതാ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.